എൻ്റെ പേര് ഡോക്ടർ സീമ രഞ്ജിത്ത്. ഇന്ന് നമ്മൾ മെനോപോസിനെ പറ്റി സംസാരിക്കും. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമുക്കറിയാം പ്രസവ സമയത്താണ്. ആ ഫേസ് കൂടെ കടന്നു കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മുടെ വരുന്ന ആർത്തവ വിരാമകാലത്താണ്. ആർത്തവ വിരാമത്തിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി കുട്ടികൾ വലുതായി പോകുന്നതിൻ്റെ ഒരു വിഷമവും, അതല്ലാതെ നമ്മളൊരു ഒറ്റപ്പെടൽ കൂടെ അനുഭവപ്പെടും. ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു കൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ നമ്മൾ ഇങ്ങനെ തേടിക്കൊണ്ട് നടക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണർ നമ്മൾ തന്നെ ആയിരിക്കണം. അതായത് നമ്മളോട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. സോ ദറ്റ് ഇപ്പം നാളെ ആരും ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കണം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഒരുക്കണം, നമ്മളോടുള്ള സ്നേഹം. ദറ്റ്സ് കോൾഡ് സെൽഫ് ലവ്. അതിപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, ഗ്രൂമിങ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. സോ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും മെനോപോസ് ടൈമിൽ യു വിൽ ബി മോർ ആക്റ്റീവ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലുവേദന, നടുവേദന, മുടി പൊഴിച്ചിൽ ഇല്ലാത്ത എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഹോർമോണൽ ഡിക്ലൈൻ ആകുമ്പം ദി ആക്ടിവിറ്റീസ് വാട്ട് യു ഡു ഷുഡ് ഇൻക്രീസ് യുവർ ഹോർമോൺ ലെവൽ. ഇപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ട്രൈ ദിസ്.